ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഡിഫറൻസിയേഷൻ്റെ പാർട്ട് 2 നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 1 ആയിരുന്നു എടുത്തിരുന്നത്. അതിൽ നമ്മൾ ഡിഫറൻസിയേഷൻ്റെ ഫുൾ ഇക്വേഷനും നമ്മൾ പറഞ്ഞു തന്നിട്ടുമുണ്ട്, നമ്മളത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട് 2 ഡിഫറൻസിയേഷൻ വീഡിയോ ആണ്. പാർട്ട് 1 കാണാത്തവർ പാർട്ട് 1 പോയി കാണണം. എല്ലാ ഇക്വേഷൻസും അതിലുണ്ട്. ഡിഫറൻസിയേഷൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും അതിലുണ്ട്. അത് പഠിച്ചതിന് ശേഷം വേണം നമുക്ക് പാർട്ട് 2 പഠിക്കാൻ. കാരണം നമുക്ക് ആ ഒരു ഓർഡറിൽ പഠിച്ചു വരണം. കൃത്യം ഓർഡറിൽ പഠിച്ചാലേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിഫറൻസിയേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റൂളുണ്ട്. ഇത് രണ്ടും ഇല്ലാതെ ഡിഫറൻസിയേഷൻ ഇല്ല. ഇത് രണ്ടും മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ആ 2 റൂളിനെ പറ്റി പറയാം. അത് കഴിഞ്ഞ് നമുക്ക് കണക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് പ്രൊഡക്റ്റ് റൂൾ. നമുക്ക് 2 റൂളുണ്ട്, പ്രൊഡക്റ്റ് റൂളും ഉണ്ട്, കോഷ്യൻ റൂളും ഉണ്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്റ്റ് റൂളിനെ പറ്റിയാണ്. ഇപ്പം d/dx ഓഫ് യു വി, ഓക്കെ, ഇങ്ങനെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പം നമുക്കിത് ഇക്വേഷൻ ഡിസ്കസ് ചെയ്യാം. d/dx ഓഫ് യു വി ഈക്വൽ, ഇപ്പം യു വി എന്ന് കൊടുത്തിട്ടുണ്ട്. യു എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷനാണ്, വി എന്ന് പറയുന്നത് സെക്കൻഡ് ഫംഗ്ഷനാണെന്ന് ആലോചിക്കുക. ആദ്യം കാണുന്ന യു ആയതുകൊണ്ട് യു ഫസ്റ്റ് ഫംഗ്ഷനും, രണ്ടാമത് കാണുന്നത് വി ആയതുകൊണ്ട് വി സെക്കൻഡ് ഫംഗ്ഷനും എന്ന് നമ്മൾ പഠിക്കാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്? യു. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വി ഡാഷ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? ഈ രണ്ടാമത് കാണുന്ന വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ ആയോ? ഇത് നമ്മൾ ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. d/dx ഓഫ് യു വി ഈക്വൽ യു ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ്. ഓക്കെ, അപ്പം ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഞാൻ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി കോഷ്യൻ റൂൾ നമുക്ക് പഠിക്കാം. d/dx ഓഫ് യു ബൈ വി. ഇപ്പോൾ ഇവിടെ യു വിനെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനും ഇത് സെക്കൻഡ് ഫംഗ്ഷനും എന്ന് പറഞ്ഞു. ഇതിപ്പോൾ യു ബൈ വി, ഇത് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ മുകളിൽ കാണുന്നത് ന്യൂമറേറ്ററും താഴെ കാണുന്ന ഡിനോമിനേറ്ററുമായിട്ട് നമുക്ക് എടുക്കാം. അപ്പം മുകളിൽ കാണുന്ന എന്താണ്? ന്യൂമറേറ്റർ. യു എന്ന് പറയുന്നത് ന്യൂമറേറ്ററും വി എന്ന് പറയുന്നത് ഡിനോമിനേറ്ററുമാണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ ഫസ്റ്റ് വി ആണ് വരുന്നത്, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ മുകളിൽ കാണുന്ന ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ദി ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ദ ഹോൾ മുഴുവനായിട്ട് ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ. കണ്ടോ, ഡിനോമിനേറ്റർ ദി ഹോൾ സ്ക്വയർ ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ദി ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ദി സ്ക്വയർ. നമ്മുടെ ഡിഫറൻസിയേഷനിൽ വളരെയധികം പ്രധാനപ്പെട്ട 2 ഇക്വേഷൻസ് ആണ്, പ്രൊഡക്റ്റ് റൂളും കോഷ്യൻ റൂളും. ഇത് നമുക്ക് പഠിച്ചേ പറ്റൂ. ഇത് എളുപ്പ വഴിയാണ് ഞാൻ ഈ താഴെ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ ഈ താഴെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ കോഷ്യൻ റൂളിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷനെന്നും വി എന്ന് പറയുന്ന സെക്കൻഡ് ഫംഗ്ഷനുമായിട്ട് എടുത്ത് ഈ ഓർഡറിൽ പഠിച്ചെടുക്കുക. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് താഴെയുള്ളത് എന്താണ്? ഇത് മുകളിലുള്ള ന്യൂമറേറ്ററും താഴെയുള്ള ഡിനോമിനേറ്ററും അങ്ങനെ വിചാരിച്ചതാ. അത് അങ്ങനെ തന്നെയാണ് ഈ ഇക്വേഷൻ പഠിക്കുക. ഇത് രണ്ടും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്ന വായിച്ചാൽ നിങ്ങൾക്കിത് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും. ഇനി നമുക്ക് കണക്ക് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പാർട്ട് 1 നമ്മൾ ഇക്വേഷൻസ് എല്ലാം പഠിച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ കണക്ക് പഠിച്ചവർക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർട്ട് 1 കണ്ട് ആ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചെടുത്തിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പം d/dx ഓഫ് x⁻n നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. d/dx ഓഫ് x⁻n ഈക്വൽ
എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. ഈ ഇക്വേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇതങ്ങ് കാണാതെ പഠിച്ചു വയ്ക്കുക. ഇപ്പം വൈ നമ്മൾ ആദ്യത്തെ കണക്ക് ചെയ്യാൻ പോവാം. വൈ ഈക്വൽ എക്സ് റൈസ് ടു 8 ആണ്. ഇങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരിക, വൈ ഈക്വൽ എക്സ് റൈസ് ടു എൻ. നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എങ്ങനെ? നമുക്ക് ആദ്യം വൈനെ എങ്ങനെ നമുക്ക് ചെയ്യാം? ഡി ബൈ ഡി എക്സ് എക്സ് റൈസ് ടു 8. ഓക്കെ, എന്നുവെച്ചാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 8. ഇപ്പോൾ വൈയുടെ സ്ഥാനത്ത് എന്താണ്? എക്സ് റൈസ് ടു 8 ആണ് കിടക്കുന്നത്. അത് നമ്മൾ ഇവിടെ അടുത്ത് എഴുതി. ഡി ബൈ ഡി എക്സ് എക്സ് റൈസ് ടു 8 എന്ന് നമ്മൾ ആദ്യം എഴുതണം. ഫസ്റ്റ് സ്റ്റെപ്പാണ് അത്. എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് എഴുതുക. കണ്ടോ? ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതുപോലെ തന്നെ എഴുതണം, അവിടെ നമുക്ക് മാർക്കുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ഈ എക്സ് റൈസ് ടു 8 ഉണ്ടല്ലോ, ആദ്യം നമ്മൾ 8 എഴുതുക. 8 എക്സ് റൈസ് ടു 8 മൈനസ് 1 എത്രയാണ്? 7. ഉത്തരം കിട്ടി. നമ്മൾ ഈ ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എക്സ് റൈസ് ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഇപ്പം എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 8. കണ്ടോ? ആദ്യം ഈ എൻ ഇവിടെ എഴുതി, അതുപോലെ തന്നെ നമ്മൾ 8 എടുത്ത് എഴുതി. പിന്നെ എക്സ് അതുപോലെ എഴുതി. പിന്നെ എൻ മൈനസ് 1. എൻ എന്ന് പറയുന്നത് എന്താണ്? 8 മൈനസ് 1 എത്രയാണ്? 7. 8 എക്സ് റൈസ് ടു 7. ആൻസർ കിട്ടി. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ 8 എക്സ് റൈസ് ടു 7. ഇത് പിടികിട്ടിയല്ലോ. എല്ലാവർക്കും ഇത് പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഈക്വൽ എക്സ് റൈസ് ടു 10. ഓക്കെ, വൈ ഈക്വൽ എക്സ് റൈസ് ടു 10. ഫസ്റ്റ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ വൈ എങ്ങനെ എഴുതാം? ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ഫസ്റ്റ് ഈ 10 എടുത്ത് എഴുതുക, എക്സ് അതുപോലെ എടുത്ത് എഴുതുക. പിന്നെ 10ൽ നിന്ന് 1 മൈനസ് ചെയ്യുക. 9. 10 എക്സ് റൈസ് ടു 9 കിട്ടിയല്ലോ. നമുക്ക് കാണാതെ പറയാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് എഴുതുക. അപ്പോൾ വൈയെ നമ്മൾ എങ്ങനെ എഴുതുന്നു? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ഫസ്റ്റ് നമ്മൾ ആ മുകളിൽ കിടക്കുന്നുണ്ടോ 10 എടുത്ത് എഴുതുക. 10 എക്സ് റൈസ് ടു 10ൽ നിന്നൊന്ന് കുറയ്ക്കുക 9. 10 എക്സ് റൈസ് ടു 9. കണ്ടോ? നമ്മുടെ ഉത്തരം കറക്റ്റ്. ഇനി അടുത്തത് വൈ ഈക്വൽ 3x². ആദ്യം നമ്മൾ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് എഴുതുക. വൈയെ നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ഫസ്റ്റ് നമ്മൾ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. ഓക്കെ, 3 ഇൻറ്റു 2 എത്രയാണ്? 6 എക്സ്. ഓക്കെ, ഇത് 3 ഇൻറ്റു 2 ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 2 6 എക്സ്. ഈ 2 ഉണ്ടല്ലോ, 2ൽ നിന്ന് 1 മൈനസ് ചെയ്യുക. അപ്പോൾ 1 വരും. ഇവിടെ 1 എഴുതാം. 1 എഴുതണമെങ്കിൽ എഴുതാം. 1 എഴുതണ്ട, വേണമെങ്കിൽ നമുക്ക് എഴുതാം. എഴുതിയില്ലേലും അത് കറക്റ്റാണ്. ഓക്കെ, ഇനി അടുത്തത് വൈ ഈക്വൽ 4x റൈസ് ടു 3 പ്ലസ് 7x². ഇങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വൈ ആദ്യം ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വൈയുടേത് എഴുതുക. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ഈ 4ഉം 3യും കൂടി ഇൻറ്റു ചെയ്യണം. 4 ഇൻറ്റു 3 എത്രയാണ്? 12. എക്സ് അതുപോലെ എടുത്ത് എഴുതുക. പിന്നെ 3ൽ നിന്ന് 1 കുറയ്ക്കുക 2. പിന്നെ പ്ലസ് അതുപോലെ എഴുതുക. 7 ഇൻറ്റു 2 എത്രയാണ്? 14 എഴുതുക. എക്സ് അതുപോലെ എടുത്ത് എഴുതുക. 2 മൈനസ് 1 എത്രയാണ്? 1. കണ്ടോ? 1 ഇവിടെ എഴുതുക. 1 എഴുതിയില്ലെങ്കിലും കറക്റ്റാണ്. എഴുതണമെന്നുള്ളവർക്ക് എഴുതാം, പക്ഷെ നമ്മൾ എഴുതണ്ട. ഓക്കെ, ഓൾറെഡി ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, അതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് y ഈക്വൽ 10x പ്ലസ് 10. ഓക്കെ, ഇത് നമ്മളെ ഫസ്റ്റ് പാർട്ട് 1ൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഇത് ഇക്വേഷൻ അത് പഠിച്ചവർക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ y ആദ്യം നമ്മൾ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. y ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ 10. കണ്ടോ? 10 എക്സിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്കിവിടെ 10 എന്ന് എഴുതിയാൽ മതി. 10x എന്ന് പറയുമ്പോൾ 10 ആണ്. ഈ എക്സ് നമുക്കിവിടെ എഴുതേണ്ട ആവശ്യമില്ല. 10x എന്ന് പറയുമ്പോൾ 10 എന്ന് എഴുതിയാൽ മതി. ഇപ്പോൾ അത് 5x ആണെങ്കിൽ 5 മാത്രം എടുത്ത് എഴുതിയാൽ മതി. 8x ആണെങ്കിൽ 8 മാത്രം എഴുതിയാൽ മതി. ഓക്കെ, പ്ലസ്
ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് 0 എന്ന് നമ്മൾ പഠിച്ചു. ഡെറിവേറ്റീവ് ഓഫ് 10 എന്ന് പറയുന്ന 0, ഡെറിവേറ്റീവ് ഓഫ് 2 എന്ന് പറയുന്ന 0, ഡെറിവേറ്റീവ് ഓഫ് 5 എന്ന് പറയുന്ന 0. അപ്പോൾ നമുക്ക് 10 + 0 എന്താണ്? 10 ആണ്. 10ൻ്റെ കൂടെ 0 ആഡ് ചെയ്താൽ 10 തന്നെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ 3 രീതിയിൽ കണക്ക് നമ്മൾ ഇന്നിവിടെ ചെയ്തു. ഒന്ന് നമ്മൾ ചെയ്തത് x⁻8, ഇപ്പോൾ y = x⁻8 ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വൈയുടെ dy/dx. ആദ്യം നമ്മൾ ആ x⁻8ൻ്റെ 8 എടുത്ത് എഴുതി, അത് കഴിഞ്ഞ് എക്സ് അതുപോലെ എഴുതി, പിന്നെ -1 ചെയ്തു, 7 കിട്ടി. 8x⁻7. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത രീതി ഇതാണ്. അത് തന്നെ സെയിം ആണ് ഇത്. രണ്ടാമത് നമ്മൾ ചെയ്തത് ഈ രീതിയാണ്. y = 3x² ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, y എന്ന് പറയുമ്പോൾ dy/dx ഈക്വൽ. ഇങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2 6, എക്സ് അതുപോലെ എടുത്ത് എഴുതി. 2ൽ 1 പോയാൽ 1 ഇവിടെ എഴുതാം, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ ഇതാണ് പഠിച്ചത്. മൂന്നാമത് നമ്മൾ പഠിച്ചത് y = 10x + 10 ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, dy/dx ഈക്വൽ. 10xനെ നമുക്ക് 10 എന്ന് എഴുതിയാൽ മതി, 5x ആണെങ്കിൽ 5 എന്ന് എഴുതിയാൽ മതി, പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് എപ്പോഴും 0ആണ്. ഡെറിവേറ്റീവ് ഓഫ് 1 0, ഡെറിവേറ്റീവ് ഓഫ് 2 0, ഡെറിവേറ്റീവ് ഓഫ് 3 0, ഡെറിവേറ്റീവ് ഓഫ് എനി നമ്പർ ഈക്വൽ 0. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും കണക്ക് പഠിച്ചു. ഇത് ചെയ്ത് തന്നെ പഠിക്കുക. നിങ്ങൾ ഒരു പേന എടുത്ത് ബുക്കിൽ ആദ്യം നോക്കി പഠിക്കുക, എന്നിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് കാണാതെ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഇതിലെ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് തനിയെ കണക്ക് ചെയ്ത് പഠിക്കുക. കണക്ക് നമ്മൾ എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ പഠിക്കും. നമുക്ക് കാണാപ്പാഠം പഠിക്കുന്ന സാധനമല്ല കണക്ക്, ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ ആദ്യം മെയിനായിട്ടും നിങ്ങൾ പാർട്ട് 1 എല്ലാ ഇക്വേഷൻസും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ കണക്കൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാം. ആ ഇക്വേഷനിലുള്ള കണക്കാണ് ഇത് ഫുള്ള്. ഈ 5 കണക്കേ ഉള്ളൂ, അത് ഫുള്ള് ആ ഇക്വേഷനിൽ ഉള്ള കണക്കാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഈ പാർട്ട് 2 ഓർഡറിൽ ഇതും പഠിക്കുക.